അപ്പോഴും ഞങ്ങൾ 3 പേരാണ് ആ കാറിലുണ്ടായിരുന്നത്. പക്ഷേ ഈ 2 പേര്, ഒന്ന് എൻ്റെ അനിയത്തി ഹസ്ബൻഡുമായിരുന്നു. അനിയത്തിയുടെ ഹസ്ബൻഡാണ് വണ്ടി ഓടിച്ചിരുന്നത്. അനിയത്തി നേരത്തെ ഇറങ്ങിയിട്ടാണ് പിന്നീടാണ് വണ്ടി റിവേഴ്സ് എടുത്തപ്പോഴാണ് ഇത് പോയത്. പക്ഷേ ഞാൻ എന്ത് നടക്കുന്നെന്നോ എന്ത് സംഭവിക്കുന്നോ ഒന്നും എനിക്കറിയില്ല. ഞാൻ ആ വണ്ടിയുടെ ബാക്കിലത്തെ സീറ്റിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പെട്ടെന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന അനിയനോട് ഇറങ്ങാൻ പറയുകയാണ്. പക്ഷേ അവൻ ഈ വണ്ടി സ്റ്റിയറിങ് കയ്യിലുള്ളതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക. ഞാൻ പറഞ്ഞു ഇറങ്ങാൻ പറഞ്ഞു. ആ വണ്ടി പോട്ടെ, നീ ഇറങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങി. പക്ഷേ അപ്പോഴും ഞാൻ വണ്ടിയിലായിരുന്നു. പക്ഷേ ഇറങ്ങാനോ ഒന്നും എനിക്ക് തോന്നിയില്ല, ഒരു സംഭ്രമമോ ഒന്നും ഉണ്ടായില്ല. അവർ തന്നെ എനിക്ക് വണ്ടി തുറന്നു തന്ന് ഞാൻ ഇറങ്ങി. അപ്പോൾ ചോദിച്ചു, നീ എന്താണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങാത്തതെന്ന് ചോദിച്ചു. പക്ഷേ അപ്പോഴും എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോഴാണ് എൻ്റെ മറ്റൊരു അനിയത്തി പറഞ്ഞു, നീ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് മറ്റുള്ളവർ 2 പേര് രക്ഷപ്പെട്ടതെന്ന്. അപ്പോഴാണ് എൻ്റെ കാശുരൂപത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നത്. ഞാൻ ആ കാശുരൂപം ധരിച്ച് അതിനകത്തിരുന്നത് കൊണ്ടാണ് ഞങ്ങൾ 3 പേരെ അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതുപോലെ ഒരു ഓട്ടോയിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു മാരുതി വാൻ വന്ന് ഇടിച്ച് മാരുതി ഭയങ്കരമായിട്ട് പ്രശ്നമായി. ഈ ഓട്ടോയുടെ ഒരു സൈഡ് മാത്രമേ പോയിട്ടുള്ളൂ. പക്ഷേ അതിലിരുന്ന് ഒരു വയസ്സായ ഡ്രൈവറായിരുന്നു. എന്താണെന്നറിയില്ല, ആ ഡ്രൈവറും ഞാനും രക്ഷപ്പെട്ടു. അത് ഭയങ്കര ഒരു അതിശയമായിട്ടാണ് തോന്നിയത്.